ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതിന് മുമ്പ് അതേ കണക്ക് ഒരാളെ നമ്മൾ 100% വിശ്വസിച്ച് ചേട്ടനെ പോലെ കൂടെ കരുതിയ ഒരാൾ നല്ല ചിമിട്ടം പണി തന്നിട്ട് മോഹം പകുതി തളർന്നു പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. സോൾട്ട് ആൻഡ് പെപ്പറിന്റെയും നിദ്രയുടെയും ഒക്കെ പ്രൊഡ്യൂസർ ആയിരുന്നു സദാനന്ദൻ വെങ്കോറത്ത് എന്ന് പറഞ്ഞൊരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. പുള്ളി നമ്മളെ യൂസ് ചെയ്യുക, പുള്ളി പക്ക ഫ്രോഡ്. അങ്ങനെ ഒരു രണ്ട് പടത്തിന്റെ പൂജ പരിപാടികൾ വരെ എന്റെ ക്രെഡിറ്റ് കാർഡ്, എന്റെ റെഡി ക്രെഡിറ്റ്, എന്റെ ഡെബിറ്റ് കാർഡ്സ് യൂസ് ചെയ്താണ് ചെയ്തത്. അങ്ങനെ എടുക്കണേ എങ്ങനെ എന്റെ മുഖം പകുതി തളർന്നു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ തന്നെ എനിക്ക് ഓർക്കുമ്പോ കിടുങ്ങല് വരുവാണ്. കാരണം നടനാവാൻ നിൽക്കുന്ന ഒരുത്തന്റെ മുഖം പകുതി തളർന്നു പോകാന്ന് ആലോചിക്കും. ഇപ്പൊ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ചതിയൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഭയങ്കര ഒരു കൂടെ നിന്ന് ചതിക്കാന്ന് പറയുന്നത് ഏറ്റവും വലിയ വില്ലത്തരം എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ആണല്ലോ. അതിനൊപ്പം ആണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് മമ്മൂട്ടി ആയിട്ടുള്ള ഫൈറ്റ് സീനും ഒക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഇതാണെന്ന് അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? ഈ ആക്ടേഴ്സിന് എല്ലാവർക്കും ലൈഫ് ഉണ്ടാവുക നല്ലതാണ് എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതിന് മുമ്പ് അതേ കണക്ക് ഒരാളെ നമ്മൾ 100% വിശ്വസിച്ച് ചേട്ടനെ പോലെ കൂടെ കരുതിയ ഒരാൾ നല്ല ചിമിട്ടം പണി തന്നിട്ട് മോഹം പകുതി തളർന്നു പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. സോൾട്ട് ആൻഡ് പെപ്പറിന്റെയും നിദ്രയുടെയും ഒക്കെ പ്രൊഡ്യൂസർ ആയിരുന്നു സദാനന്ദൻ വെങ്കോറത്ത് എന്ന് പറഞ്ഞൊരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അപ്പം ബെസ്റ്റ് ഫിലിം എന്നുള്ള അവാർഡ് മേടിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച പ്രൊഡ്യൂസർ തന്നെ പറയാം. നിദ്രയ്ക്ക് അവാർഡ് ഉണ്ടായിരുന്നു. സോൾട്ട് ആൻഡ് പെപ്പർ എല്ലാവർക്കും റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള അവാർഡാണ്. അതിനും അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനൊരു വ്യക്തി എൻ്റെ ലൈഫിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഭയങ്കരമായി ഒരു വലിയേട്ടനെ പോലെ, അല്ലെങ്കിൽ ഒരു നമ്മൾ നോക്കുന്നു പടമൊക്കെ ചെയ്ത് ആഷിഖ് കപൂർ അതിനെ വെച്ച് പടം ചെയ്ത ആള്, റിമ കല്ലിങ്കൽ, സിദ്ധാർത്ഥ് ഭരതൻ. അപ്പൊ പുള്ളിയുടെ അടുത്ത പരിപാടി രണ്ട് പ്രോജക്ട്സ് ഞാൻ കൂടെ ഉണ്ട്. മെയിൻ പരിപാടി, മെയിൻ ആക്ടർ പരിപാടി ഞാനും ഉണ്ട് കൂടെ. അപ്പൊ ആ ഒരു ഇതിൽ മതിമറന്ന് നടക്കുകയായിരുന്നു കുറച്ച് നാൾ. എന്ന് പറഞ്ഞാൽ ഓഫീസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്റെ വർക്ക് റിലേറ്റഡ് ഞാൻ എല്ലാ പരിപാടിയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതായതുകൊണ്ട് അവരങ്ങനെ ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞാൻ അത്യാവശ്യം നല്ല പൊളിയായിട്ട് തന്നെ പ്രൊഫഷണൽ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ലീവ് ഒന്നും എടുത്താൽ കുഴപ്പമൊന്നുമില്ല, അവന്റെ കാര്യം അവൻ നോക്കുന്നുണ്ടെന്നൊരു സാധനമാണ്. അതുകൊണ്ട് അവരാരും അങ്ങനെ വലിയ ബോധറേഷൻ തന്നിട്ടുമില്ല. ഇയാളുടെ കൂടെ ആയിരുന്നു ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് മനസ്സിലാക്കിയത് പുള്ളി നമ്മളെ യൂസ് ചെയ്യുമായിരുന്നു. പുള്ളി പക്ക ഫ്രോഡായിരുന്നു. അങ്ങനെ ഒരു രണ്ട് പടത്തിന്റെ പൂജ പരിപാടികൾ വരെ എന്റെ ക്രെഡിറ്റ് കാർഡ്, എന്റെ റെഡി ക്രെഡിറ്റ്, എന്റെ ഡെബിറ്റ് കാർഡ്സ് യൂസ് ചെയ്താണ് ചെയ്തത്. അതും വളരെ വിദഗ്ധമായി. അങ്ങനെ വേറെ പലരെയും പിന്നീട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴേ അറിഞ്ഞത്. അത് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ എംപ്ലോയി ആണ് കൃഷ് എന്നാണ്. കൃഷ് അവിടെ പേ ചെയ്യൂ, ഇവിടെ പേ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പോയി നമ്മുടെ കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്ത പുള്ളി പറഞ്ഞത് പുള്ളിയുടെ കമ്പനി പുള്ളിക്ക് അസൈൻ ചെയ്ത എംപ്ലോയി ആണ് ഞാൻ പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഫുൾ കാശ് ചെലവാക്കാൻ വേണ്ടി കമ്പനി അറേഞ്ച് ചെയ്ത് കൊടുത്ത ആളെന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞിരുന്നത്. അതൊക്കെ ഈ പൊതുവെ എല്ലാരും പറയാറുണ്ട് ഇപ്പൊ ഓഡീഷൻ അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പൊ ഈ അടുത്ത് വന്ന ഒരു ഇഷ്യൂ ഇങ്ങനെ കുറെ പേര് പറ്റിക്കപ്പെട്ടു, സ്ത്രീകളാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ. അയ്യോ, ഇത് ഇപ്പൊ ഈ ഫോണിനകത്ത് ഞാൻ സാം ചീറ്റഡ് 18 പേരോളം ഉണ്ട്. 18 പേര്. അത് വളരെ സിമ്പിൾ നമ്പർ ആണ്. ഇത് മോർ ദാൻ 100. ഇപ്പൊ പുള്ളി അകത്ത് കർണാടക ജയിലിലായിരുന്നു. ഇടയ്ക്ക് വെച്ച് കണ്ടീഷൻ ബെയിലിൽ ഇറങ്ങിയിട്ട് വീണ്ടും അബ്സ്കോണ്ടിങ് ആയതാണ്. അതൊക്കെ വേറെ ലെവൽ. എന്തിനാ പറയുന്നത്, എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്താണ്. ഇടയ്ക്ക് വെച്ച് റൈറ്റിങ്ങിന്റെ എഴുത്തിന്റെ തസ്കത ഇങ്ങനെ ലൈക്ക് ആ ഒരു തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പം കുറെ സ്ക്രീൻ പ്ലേ പരിപാടി എന്നുള്ള രീതി. അങ്ങനെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് മറ്റേ ഇവിടുത്തെ മട്ടാഞ്ചേരി ACP ആയിട്ടിരുന്നിട്ടുള്ള
ഒരു പോലീസ് ഓഫീസർ. അപ്പം വിജയനഗർ എന്നാണ് വിളിക്കുന്നത്. പുള്ളിയായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ പുള്ളി ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ കുറച്ച് ക്രിമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ റിയൽ ലൈഫിൽ നിന്നുള്ളതും കൂടി വേണം. അപ്പൊ പുള്ളി എനിക്ക് റിട്ടയർഡ് ആയിട്ടുള്ള കുറച്ച് ഗൂൺസിനെ പരിചയപ്പെടുത്തുന്നത്. അവരിപ്പോ സന്മാർഗ രീതിയിലാണ് നടക്കുന്നത്. നൊട്ടോറിയസ് ആയിട്ടുള്ള ടീംസിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. അങ്ങനെ കൊല്ലത്ത് അവരുമായിട്ട് പല ഇന്ററാക്ഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഡെയിലി കഥയുടെ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ. ഗംഭീരമായിട്ടുള്ള പ്ലോട്ടുകൾ പലതും എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോൾ ഈ പർട്ടിക്കുലർ റിട്ടയർഡ് പുള്ളി എന്നൊക്കെ പറഞ്ഞ്, കൃഷ് നമുക്ക് ഇന്നൊരിടം വരെ പോവാം. ഞാൻ പറഞ്ഞു പിന്നെന്താ, ഒരാളെ പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ മാത്രം വന്നാൽ മതി, വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ കൂളിംഗ് ഗ്ലാസ് ഓബ്വിയസ്ലി എപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സ്റ്റൈലിൽ കാറിന്റെ അവിടെ ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കും. ഇവര് പോകുന്നു, അവര് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് എന്നെ ഇങ്ങനെ ചൂണ്ടി ഇങ്ങനെ എന്തോ പറയുന്നുണ്ട്. അവസാനം കൈകൊട്ടി പുള്ളി വിളിച്ചു. അപ്പൊ ഞാൻ വല്ല സ്റ്റൈലില് നടനാണല്ലോ, അപ്പൊ ഇങ്ങനെ പരിചയപ്പെടുത്താൻ പോകുന്നു. ആ ഒരു ഇത് അവിടെ ചെന്ന്, ഇത് കൃഷ് ഇവിടെ കൊല്ലത്ത് തന്നെ ഉള്ളതാണ്, നമ്മുടെ ഇന്ന സാറിന്റെ. ഓക്കെ, രതീഷിനെ എനിക്കറിയാം എന്ന് മറ്റേ പുള്ളി പറഞ്ഞു. അപ്പൊ ഞാൻ ഓഫീസിലി അബ്രാമിന്റെ സന്തതികൾ റിലീസ് ആയി നിൽക്കുന്ന സമയമാണ്. അപ്പോ എന്നെ അറിയാമായിരിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ അബ്രാമിന്റെ സന്തതികൾ, മാമാങ്കം, ട്രാൻസ് അങ്ങനെയുള്ള ഡയലോഗുകൾ ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്ക് എന്നെ പുള്ളി പറഞ്ഞു, അല്ലാതെ രതീഷിനെ എനിക്കറിയാം. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഇടയ്ക്ക് പാലക്കാട് പോയി ഒരു ബെൻസ് പൊക്കിയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കൊട്ടേഷൻ ഞങ്ങൾക്ക് വന്നതാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ സ്റ്റൈലൊക്കെ അങ്ങ് പോയി വിളറി കാരണം ഷോർട്ട് പരിപാടി. അപ്പം അന്നേരം തൊട്ട് ഞാൻ ഇങ്ങനെ എന്താണ്, അപ്പം പുള്ളി പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല, നമ്മള് വിട്ടു അത് കേസ്. കാരണം അവൻ ഭൂലോക ഫ്രോഡാണെന്നുള്ളത് ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് കിട്ടി. അതുകൊണ്ട് പിന്നെ നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പൊ മറ്റേ പുള്ളി ഏകദേശം എന്തായാലും വെയിറ്റ് ചെയ്യും, കാറിലിരിക്കും, എപ്പോ വരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് പുള്ളി തിരിച്ചു വന്നിട്ട് ചോദിക്കുക, നീ ആള് കൊള്ളാമല്ലോടാ, നീ എന്നാ ഈ പരിപാടിയൊക്കെ തുടങ്ങി? ഞാൻ പറഞ്ഞു, എന്ത് പരിപാടി? നീ മറ്റേ ബെൻസ് എടുത്തോണ്ട് വന്ന കാര്യം പറഞ്ഞു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇവിടെ ഈ എന്നെ പറ്റിച്ചിട്ട് പോയി എല്ലാം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞു. അപ്പം ഫേസ്ബുക്കിനകത്ത് മറ്റേ മെമ്മറീസ് വരുമല്ലോ, അന്ന് ഞാൻ ഇട്ട പോസ്റ്റ്, സിനിമാ ലോകത്തെ വിജയ് മല്യ അവനെ സൂക്ഷിക്കുക എന്നുള്ളൊരു സാധനം വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റ് ഡയറക്ടർ ആക്ഷി കപൂ, സിദ്ധാർത്ഥ് ഭരതൻ ഇവരെല്ലാം ഷെയർ ചെയ്തിട്ട് രതീഷ് പറയുന്നത് 100% റൈറ്റ് ആണ്, ഇവൻ ഫ്രോഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞ് അത് ഭയങ്കരമായിട്ട് വൈറലായതാണ്. അപ്പൊ ഇത് 3 വർഷം കഴിഞ്ഞു, ഇവൻ ഒളിവിൽ പോയേക്കാണ്, അവനെ പിന്നെ കിട്ടാനില്ല. സദാനന്ദൻ രംഗോറത്ത് എന്നാണ് അവന്റെ പേര്. അപ്പം 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെയാണ്, എനിക്കങ്ങനെ ആരുമായിട്ടും വഴക്കിട്ട് നിൽക്കുന്നതോ, വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്, അടിയും മുടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ഒരു പെർപ്പച്വൽ എനിമിറ്റി ഒന്നും ആരുടെ എടുക്കുകയില്ല. എനിക്ക് ഭയങ്കര ലോല ഹൃദയനായതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടു, സദാനന്ദ, ഐ ഫോർഗീവ് യു, ലൈക്ക് യു കം ബാക്ക്, ഐ വിൽ നോട്ട് ബി ഹോണ്ടിങ് യു ഓർ ഹണ്ടിങ് യു ഹിയർ ആഫ്റ്റർ. ഞാൻ നിനക്ക് ഐ വിൽ നോട്ട് ബി ചേസിങ് യു എന്നൊക്കെ പറഞ്ഞ് നീ എന്തായാലും തിരിച്ചു വാ. ഞാൻ കാരണം ഒരാള് 3 വർഷത്തിൽ കൂടുതൽ ഒളിവിലൊക്കെ പോകാന്ന് എനിക്കത് വിഷമാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ കാണിച്ച നമ്പേഴ്സ് ഇല്ലേ, ഇതിനകത്തുള്ള പലവരും എന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് പറയാം, എന്റെ പൊന്നു രേഷടാ, ഒരു കാരണവശാലും വെറുതെ വിടരുത്, അവൻ ഫ്രോഡാണ്, മറ്റേതാണ് മറിച്ചാന്ന്. ഇപ്പൊ 1-2 കഴിഞ്ഞ 3ാമതൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, അവനെ എവിടാ നിർത്തിയത്? അവൻ ഇവിടെ പാലക്കാട് ചിറ്റൂരുണ്ട്, ഒരു ബെൻസിനകത്ത് കിടന്ന് കറക്കമാണ്. അത് മാത്രമല്ല, ഒരാളെ 1 ലക്ഷം രൂപയ്ക്ക്, ഒരു പാവം പിടിച്ച ഒരു കർഷകനെ 1 ലക്ഷം രൂപയ്ക്ക് പറ്റിച്ചെന്ന് പറഞ്ഞു. അത് അയാളുടെ എന്തോ പശുവിന്റെ റിലേറ്റഡ് ആയിട്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എളിയൻ 2,10,00,000 രൂപയ്ക്ക് അവിടെ ഒരു ഫാം പോയി വിലക്ക് പറഞ്ഞു. എന്നിട്ട് 4 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു. ബാക്കി 35 ദിവസമോ 40 ദിവസത്തിനാകും ബാക്കിയുള്ള എമൗണ്ട് ഫുൾ സെറ്റിൽമെന്റ് എന്നുള്ള രീതി. ഈ ഗ്യാപ്പില്, ഈ 30 ദിവസത്തെ ഗ്യാപ്പില് ആളിയൻ ഉണ്ടായിരുന്ന 54 പശുക്കൾ ഉണ്ടായിരുന്നു. അത് മൊത്തം വിറ്റ് അവിടുന്ന് ആളിയൻ സ്കൂട്ടായിട്ടാണ് ഇവിടെ വന്നേക്കുന്നുള്ള സാധനം. അപ്പോ ഞാൻ ഇനി അങ്ങനെ മിടുക്കനായ എന്റെ മുഖം പകുതി തളർന്നു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക്
നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ തന്നെ എനിക്ക് ഓർക്കുമ്പോ കിടുങ്ങൽ വരുവാണ്. കാരണം നടനാവാൻ നിൽക്കുന്ന ഒരുത്തന്റെ മോഹം പകുതി തളർന്നു പോകാന്ന് പറഞ്ഞാൽ ആലോചിച്ചു. ഇറ്റ്സ് ലൈക്ക് വീഡിയോസ് ഇപ്പോഴും കിടപ്പുണ്ട് നെറ്റിൽ. എന്റെ മോഹം തടന്ന കണ്ണടയ്ക്കാൻ പറ്റില്ല, വായിൽ വെള്ളം കൊള്ളാൻ പറ്റില്ല, പല്ല് തേക്കാൻ പറ്റില്ല. അതൊരു എന്നിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അല്ലാതെ 100% ഒരിക്കലും റെക്ടിഫൈ ആവുന്ന പരിപാടിയല്ല. സ്ട്രെസ് ആണ്. ഇത്രയൊന്നും ലോല ഹൃദയനാവാൻ പാടില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞതൊക്കെ അത് പോട്ടെ. അപ്പം ഈ സംഭവം അപ്പൊ എനിക്കും അത്യാവശ്യം കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കുറച്ച് പേരെ കോണ്ടാക്ട് ചെയ്തിട്ട്, അപ്പം ഈ കൊറോണ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയം. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് അവിടെ ഉള്ള ഒരു കോണ്ടാക്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച്, വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് പുള്ളി. അപ്പൊ പുള്ളി പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് സംഭവം, എന്താ അത് ലീഗലി ഒന്നും നിൽക്കത്തൊന്നുമില്ല, എന്തായാലും ഒരു സാധാ പേപ്പറിനകത്തും കാര്യമില്ല, ഒരു മുദ്രപത്രം കൊണ്ടുവന്നിട്ട് അതിങ്ങോട്ട് എഴുതി മേടിക്കുന്ന രീതിയിൽ RC ബുക്കൊന്നും കിട്ടത്തൊന്നുമില്ല. അവനെ പോലുള്ള ഫ്രോഡ് ആണെന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയും വെച്ച് വേറെ കാശ് മേടിച്ചിട്ടുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ നേരെ ഇങ്ങ് വന്ന്. അപ്പൊ ഞങ്ങൾ കുറച്ച് ടീം എന്നുള്ളത് അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്നവര് കൂടെ ഉണ്ടായിരുന്നു. വന്നു. ഇവൻ എന്നെ കണ്ട് ഞാൻ മാസ്ക് അങ്ങോട്ട് മാറ്റി, ഹലോ സദാനന്ദാന്ന് ഞാൻ ഇങ്ങനെ മനപ്പൂർവ്വം തന്നെ വിളിച്ചു. അപ്പൊ ഉടനെ ഹായ് ക്രിഷ്, ഹൗ ആർ യു? എന്റെ അമ്മോ എന്ന് പറഞ്ഞാൽ അവന്റെ അമ്മൂമ്മയുടെ കല്യാണത്തിനും കണ്ടിട്ട് പിരിയുന്ന സമയത്താണല്ലോ എന്നെ അവസാനം കണ്ടത്. എന്റെ മോൻ അതെല്ലാം കൂടി വന്നിട്ട് കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു കാര്യം സത്യമാണ്. ആ ഫ്രസ്ട്രേഷൻ അന്നേരം അത് ഏതൊരാണിനെയും പോലെ സംഭവിച്ചൊരു സംഭവമാണ്. അതിനുശേഷം ആദ്യം രതീഷ് എന്റെ കൂടെ ഉണ്ടായിരുന്നു, രതീഷും കൂടി ചേർത്താണ് കാശ് ഇതാക്കി എന്നൊക്കെ ഉള്ള ഡയലോഗൊക്കെ വന്നു. പിന്നെ ഒരു റൗണ്ട് കഴിഞ്ഞു. അപ്പൊ അതൊക്കെ 1-2 റൗണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു 4.5 ലക്ഷം രൂപ വരെ എത്തി, ഉള്ളത് മതി എഴുതി. അങ്ങനെ എഴുതി 4.5 ലക്ഷം രൂപ രതീഷ്, 4.5 ലക്ഷങ്ങൾ വേറെ ക്രെഡിറ്റ് കാർഡ്, റെഡി ക്രെഡിറ്റിന്റെ ഒക്കെ പലിശ ഉൾപ്പെടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-12 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ട്. അവസാനം ഉള്ളതാവട്ടെ എന്നും പറഞ്ഞ് എഴുതി ബെൻസ് ഞാനിങ്ങെടുത്ത് 3 മാസത്തിനകം ബെൻസ് കാശ് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ രതീഷിന് എന്ത് വേണേൽ ചെയ്യാമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ച് പാതി വഴിയിൽ ആളിനെ ഇറക്കി വിട്ട്, അപ്പൊ ടാറ്റാ മോനെ എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ പുറത്തൊരു C ക്ലാസ് ബെൻസ് കിടക്കണുണ്ട്. ആരുടെ? എന്റെ തന്നെ ഡ്രൈവറിന്റെ ഇന്ന് താക്കോലി മേടിച്ചിട്ടുണ്ട്. എന്റെ ഇനി തരാനുള്ള കാശ് തരുമ്പോ തിരിച്ചു തരാന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു. അത് പക്ക സിനിമാറ്റിക് സ്റ്റൈല് തന്നെയായിരുന്നു. അപ്പൊ അന്ന് ശരിയാക്കി തരടാന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം ആളെ വീണ്ടും വീര്യം കയറിയിട്ട് ഫോണിൽ കൂടി സംസാരിച്ചു, ശരിയാക്കി തരടാന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മൾ അറിയുന്നില്ല അന്ന് കൊടുത്ത കൊട്ടേഷന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഒരു സത്യമുള്ള സിനിമയ്ക്കുള്ള ഒരു കഥ തന്നെയുണ്ട്. അയ്യോ, ഒരു സിനിമ കഥയൊന്നുമല്ല, ഇഷ്ടം പോലെ. എന്തായാലും സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ, ഇതൊന്നും നമുക്ക് കഥയാക്കിയാലോ? സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ ഞാൻ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് അഭിനയത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്. ലീഡായിട്ട് കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. അതൊക്കെ ഓരോരോ സമയമാകുമ്പോഴേ അതിന്റെയൊക്കെ ഓരോരോ പരിപാടികളിലേക്ക് വരുത്തുള്ളൂ. അപ്പൊ തൽക്കാലത്തേക്ക് എഴുത്ത് പരിപാടികളെല്ലാം അങ്ങോട്ട് സൈഡിൽ മാറ്റി വെച്ചിട്ട് ആക്ടിങ്ങിൽ ഫോക്കസ് ചെയ്യാം എന്നാണ് മെയിൻ. ഇപ്പൊ പറഞ്ഞ ആളുടെ കാര്യമാണെങ്കിലും ഒരു ബെസ്റ്റ് പ്രൊഡ്യൂസർ ആണ്. അത് ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ പറയുന്ന സദാനന്ദ ഐ എം വെയിറ്റിംഗ്. എന്തായാലും നീ ഏത് ദിവസം എന്റെ മുമ്പിൽ വരും. ഇപ്പൊ ആൾക്കാരെ പറ്റിച്ച് ഇപ്പോഴും പറ്റിച്ചോണ്ടിരിക്കുന്നുണ്ടാവാം, അല്ല ജയിലിലായിരിക്കാം. അല്ല, അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ട് പോലും പുള്ളിയുടെ അച്ഛൻ മരിച്ച ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആഷിഖ് അബു, ഡയറക്ടർ ആഷിഖ് അബു ഇക്കയാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് വന്നത്, ഏകദേശം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ബോഡി ഏറ്റുവാങ്ങാൻ പോലും ആരുമില്ല. അപ്പൊ എന്നെയാണ് കോൺടാക്ട് ചെയ്തത്, എന്റെ പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ. അപ്പൊ എങ്ങനെങ്കിലും ഒന്ന് അറിയിക്കാൻ പറ്റുമെന്ന് ഞാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഇക്ക, അത് ഓൾറെഡി ഫ്രോഡ് പരിപാടി കാണിച്ചിട്ട് ജയിലിലാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കിടിലൊരു വീട് കണ്ടു, ആ വീട് പോയി 45,000 രൂപ അല്ലെ 50,000 രൂപ റെന്റിനും എടുക്കും. എന്നിട്ട് ആ വീട് കാണിച്ചിട്ട് ഒരു 25 ലക്ഷം രൂപയ്ക്ക് വേറൊരുത്തരും ലീസിന് കൊടുക്കും. എന്നിട്ട് 2 മാസം അവൻ വാടക കൊടുക്കും, 45 വെച്ചിട്ട് വാടക കൊടുക്കും. 3-ാം മാസം ആകുമ്പോഴത്തേക്ക് അളിയം മുങ്ങും. ഈ 25 കൊണ്ട് അളിയം മുങ്ങും. പക്ഷെ ആ 25ന്റെ ആ സമയം കൊണ്ട് ഒരു 25 വേറെ വീട് വൃത്തിയാണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 100 പേരെ പറ്റിച്ചതിന്റെ കേസിലാണ് അവിടെ വന്ന് അവനെ പൊക്കുന്നത്. പിടിച്ചകത്ത് കർണാടക പോലീസ് വന്ന് സീക്രട്ട് ഓപ്പറേഷനിൽ വന്ന് ഇവിടുന്ന് പൊക്കി പിടിച്ചോണ്ട് പോയി അകത്തിട്ടത് ആ കേസിലാണ്. പിന്നെ എന്തോ 2 കോടി രൂപയുടെ പോലീസിന് കൊടുത്ത് ആളെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി എന്നുള്ളത് കേട്ടിട്ടുണ്ട്.
എന്തായാലും ഇതൊക്കെ എവിടെങ്കിലും വെച്ച് കാണുന്നുണ്ടായിരിക്കും. ഇപ്പോഴും ഞാൻ പറയുന്നത്, നീ എനിക്ക് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്താലും ഒന്നിനും എനിക്കൊരു വിഷയവുമില്ല. നിന്നെപ്പോലൊരു നാറിയെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ കൊണ്ടുവന്നു എന്നുള്ളൊരു ഇത് എനിക്കുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. നീ ഇനി ആരെങ്കിലും പറ്റിക്കത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. കാരണം നിനക്ക് ആരെയും പറ്റിക്കാതൊന്നും ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്റെ മോഹം പകുതി തളർന്നു പോയത് അത് ദൈവികമായ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടേഴ്സ് പറഞ്ഞത് അത് എനിക്ക് ചിലപ്പോൾ സിനിമയോടുള്ള ഇത്രയും അഭിനിവേശം ഉണ്ടായത് കൊണ്ടാവാം, ഇത്രയും ജെനുവിനായിട്ട് ഞാൻ നടനാവാൻ ആഗ്രഹിച്ചുകൊണ്ടാവാം എനിക്ക് ദൈവം തിരിച്ചു വന്നത്. ഈ സ്ഥാനത്ത് എത്രയോ പേരുണ്ടാവും ഉണ്ട്. അതുകൊണ്ട് നിനക്കിട്ടുള്ള പണി അത് ദൈവം തരും. ദൈവം തന്നിട്ടുണ്ട് ഇപ്പോഴും. അല്ലെങ്കിൽ ഇത്രയും കാശ് ആരെയൊക്കെ എന്തൊക്കെ പറ്റിച്ച് ഇത്രയും കാശ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? നടമാടാൻ പറ്റില്ലല്ലോ ഫ്രീ ആയിട്ട്. ഇപ്പോഴും 100 കണക്കിന് ആൾക്കാർ എവിടെ ഉണ്ടെന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പലപ്പോഴും പല സമയങ്ങളിൽ. അങ്ങനെ എത്ര ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് നിന്നെ ഒന്ന് കിട്ടാൻ. ഇപ്പൊ ഈ പറഞ്ഞ ആളൊരു പ്രൊഡ്യൂസറും കൂടിയാണല്ലോ. അപ്പൊ പല നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലെങ്കിലും ഇത് ഒറ്റപ്പെട്ട സംഭവം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരുപാട് ഇതുപോലൊന്നുമുള്ള ഫ്രോഡുകളൊന്നും ഇല്ല സിനിമ ഇൻഡസ്ട്രിയിലൊന്നും ഇല്ല, ഒരിക്കലും ഇല്ല. ചെറിയ രീതിയിലുള്ള പറ്റിപ്പിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് മനുഷ്യ സഹജമായ പരിപാടി. ഇത് ഫ്രോഡുകളി മാത്രം രക്തത്തിൽ അലിഞ്ഞ് ഒരാളെ ഏത് നിമിഷവും ഒരുത്തനെ എങ്ങനെ പറ്റിക്കാമെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് കിടക്കുന്നവരാരും സിനിമാകാരമായിട്ടൊന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല. അത് മാത്രമല്ല, വേറൊരുത്തനെ പറ്റിച്ചുണ്ടാക്കിയെടുക്കുന്ന കാശ് കൊണ്ട് എവിടെ ആരെ നിലനിൽക്കാന്ന് പറഞ്ഞു നിലനിൽപ്പ് ഉണ്ടാവില്ല. 100% ആണ്. അന്നേരം ആരെങ്കിലും പറ്റിച്ചു വെച്ച് കാശുണ്ടാക്കി നിൽക്കാം. അല്ലാതെ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് അവരൊന്നും സിനിമാക്കാരല്ല. എവിടെന്നെങ്കിലൊക്കെ വന്ന് സിനിമ ഓക്കെ ഫൈൻ ഈസി ആയിട്ട് ആരെങ്കിലും പറ്റിക്കാൻ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ല, സിനിമാക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം അവര് സിനിമ കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഈ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ സിനിമ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയല്ല, സിനിമ കൊണ്ട് കുറച്ച് കാശ് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമാണ് അങ്ങനെ.